സാറ് യുക്തിവാദി സംഘത്തിലേക്ക് വരാനുണ്ടായ ഒരു സാഹചര്യം? ഞാൻ നേരത്തെ തന്നെ യുക്തിചിന്തകനായിരുന്നു. പക്ഷെ കടുത്ത യുക്തിചിന്തകനായിട്ട് വന്നത് ഈ പരിസരത്ത് വന്ന് താമസിച്ചിരിപ്പിച്ചാണ്. ആ സാഹചര്യം ഒന്ന് വിശദീകരിക്കുക. ആ സാഹചര്യം എന്ന് വെച്ചാൽ ഉച്ചഭാഷണി വെച്ചിട്ട് ഞാൻ പോസ്റ്റർ ഒട്ടിക്കുമായിരുന്നു ഇതിന്റെ ശബ്ദശല്യക്കുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഉച്ചഭാഷണിയെ ദൈവമായിട്ടാണ് ഇവരൊക്കെ സങ്കല്പിച്ചിരിക്കുന്നത്. ഈ ഉച്ചഭാഷണിക്കെതിരായിട്ട് പറയുന്ന ദൈവവിരോധമാണ്, വിരോധം എന്നുള്ള രീതിയിലായിരുന്നു ഇവരൊക്കെ ഉൾക്കൊണ്ടിരുന്നത് കേട്ടോ. അപ്പൊ ഇത് സംബന്ധിച്ച് ഹൈക്കോടതി വിധി, സുപ്രീം കോടതി ഒക്കെ വിധിയൊക്കെ മേടിച്ചെങ്കിലും കേട്ടോ, ഇത് നടപ്പിലാക്കാനുള്ള അധികാരികൾക്കും ദൈവത്തെ പേടിയാ. അവർക്ക് വോട്ട് കുറയും. അതുകൊണ്ട് പിണറായി വിജയനും ഒക്കെ പേടിയാ. വോട്ട് ബാങ്ക് അവിടെ ലക്ഷ്യം. അവസാനം ഞാൻ 1 വർഷം മുമ്പേ പിണറായി വിജയന് ഞാൻ രജിസ്റ്റർ നോട്ടീസ് കൊടുത്തു. ഞാൻ എന്റെ ലെറ്റർ പാടി ശബ്ദമലിനീകരണ നിവാരണ സമിതി എന്നും പറഞ്ഞൊരു രജിസ്ട്രേഡ് സംഘടനയുണ്ട്. അതിൽ ഞാൻ ഇപ്രകാരം ഹൈക്കോടതി വിധി, സുപ്രീം കോടതി വിധിയൊക്കെ മേടിച്ചിട്ടുള്ളതാണ്. കോടതി വിധി നടപ്പിലാക്കാത്ത ക്വാർട്ടർലക്ഷ കുറ്റമാണ്. ക്വാർട്ടർലക്ഷ കുറ്റം ചെയ്യുന്നവർ തലസ്ഥാനത്തിരിക്കാൻ പാടില്ലെന്നാണ് ഭരണഘടന പറയുന്നത് കേട്ടോ. ഭരണത്തലവനായ മുഖ്യമന്ത്രി ഭരണഘടന തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്ത ആളാണ്. അത് നടപ്പിലാക്കാത്തത് അങ്ങേയറ്റം ശിക്ഷാർഹമായ കുറ്റം, ഭരണഘടനാ വിരുദ്ധമായ ശിക്ഷാർഹമായ കുറ്റമാണ്. ഒന്നുകിൽ ഞാൻ എന്റെ പരാതി അനുസരിച്ച് ഇത് ഉച്ചഭാഷണി സംബന്ധിച്ചുള്ള നിയമം കർശനമായി നടപ്പിലാക്കണം, അല്ലെങ്കിൽ താങ്കളെ ഭരണഘടന തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്ത ആളാണ്, ഭരണഘടന തത്വം അനുസരിച്ച് ഭരിച്ചു കൊള്ളാമെന്നും പറഞ്ഞ് സത്യപ്രതിജ്ഞ ചെയ്ത ആളാണ്. അതുകൊണ്ട് ഒന്നുകിൽ താങ്കളെ രാജിവെച്ച് പിന്മാറണം, അല്ലെങ്കിൽ ഈ നിയമം കർശനമായി നടപ്പിലാക്കണമെന്ന്. 3-4 ദിവസം കഴിഞ്ഞപ്പോഴേക്ക് എനിക്ക് ഉത്തരവ് കിട്ടി. നിങ്ങളുടെ പരാതി അനുസരിച്ച് സംസ്ഥാനത്തെ എല്ലാ പോലീസ് മേധാവികൾക്കും കർശന നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. പക്ഷേ കർശന നിർദ്ദേശം കൊടുത്തിട്ടുണ്ടെന്ന് രേഖാമൂലം എനിക്ക് തന്നത് എന്തിനാണെന്നറിയാമോ? ഞാനൊരു കേസിന് പോയാൽ അയ്യോ ഞങ്ങള് നിർദ്ദേശം കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നും പറഞ്ഞ് ഒഴിഞ്ഞു മാറാനാ. അതുകൊണ്ട് എനിക്ക് നിർദ്ദേശം തന്നിട്ടും പഴയപടി തന്നെ. പിന്നെ ചെറിയ മാറ്റം ഉണ്ടെന്നേ ഉള്ളൂ ഈ നിയമത്തെ പേടിച്ച്. അത് വോട്ട് വാങ്ങിക്കുക, അവരുടെയൊക്കെ ലക്ഷ്യം വോട്ട് വാങ്ങിക്കുക. ആരാണോ ഭൂരിപക്ഷത്തുള്ളത്, വിശ്വാസികളല്ലേ ഭൂരിപക്ഷത്തുള്ളത്, അപ്പൊ അവർക്ക് ദോഷം വരുന്ന ഒന്നും ചെയ്യുക. ഇതാണ് നമ്മുടെ ഭരണഘടനയുടെ അടിസ്ഥാന തത്വം അനുസരിച്ച് ഇവിടെ ഭരണകർത്താക്കളെല്ലാം ഭരിക്കുന്നു. നമ്മുടെ മൈത്രേയം പറയുന്നത് ശരിയാണ്. ഇവിടെ ഇങ്ങനെ ഒരു ഭരണഘടന വന്നിട്ടുണ്ടെന്നോ ഒന്നും ഈ ഭരണകർത്താക്കളിൽ ഭൂരിപക്ഷം പേർക്കും അറിയാൻ മേല ഇങ്ങനെ ഒരു ഭരണഘടന വന്നു. അതുകൊണ്ട് ഭരണഘടനാ വിരുദ്ധമായിട്ട് നിയമം നിർമ്മിക്കാനോ നടപ്പിലാക്കാനോ അധികാരമില്ല. അതുകൊണ്ടാണ് നമ്മുടെ ശബരിമല വിഷയം ബന്ധപ്പെടെ ഭരണഘടന അനുസരിച്ച് സ്ത്രീക്ക് പുരുഷന് തുല്യമായ അവകാശമാണ്. എല്ലാ വേദികളിലും ഇടങ്ങളിലും എല്ലാം തുല്യമായ അവകാശമാണ്. അപ്പോൾ ജസ്റ്റിസ് പരിപൂർണ ജഡ്ജി വിധിച്ചത് എങ്ങനെയാണെന്നറിയാമോ? കരിങ്കൽ വിഗ്രഹത്തിന് യുവതികളെ കണ്ട നിയന്ത്രണം വിട്ടുപോകുന്നു. അത് തെളിവെന്നാന്നറിയാമോ? ദേവപ്രസനം അനുസരിച്ച് ഭഗവാനെ കേട്ട യുവതികളെ കണ്ട നിയന്ത്രണം വിട്ടു. അത് ആ തെളിവായിട്ടെടുത്ത്. അല്ലാതെ പങ്കെടുത്ത യുക്തിവാദ പരിപാടി ഏതാണെന്ന് ആദ്യമായിട്ട് പങ്കെടുത്ത യുക്തിവാദി ഞാന് വാസ്തവത്തില് ഇവിടെ കേരളത്തിലെ യുക്തിവാദ സംഘം സംഘടിപ്പിച്ച അവസരത്തിലായി ആ അവസരത്തിലാണ് ഇതിലുമായിട്ട് സജീവമായിട്ട് പങ്കെടുക്കുന്നത്. അപ്പോഴേ എനിക്കൊരു ഗുണം കിട്ടിയത് കേരളമോദി പത്ര സ്ഥാപകൻ CV കുഞ്ഞിരാമൻ ശ്രീനാരായണ ഗുരുവിന്റെ ശിഷ്യൻ മാത്രമല്ലായിരുന്നു, കടുത്ത യുക്തിവാദിയായിരുന്നു. അപ്പോഴേ ആ പത്രത്തിലെ യുക്തിവാദ കാര്യങ്ങളും എല്ലാം പറയാനുള്ള അവസരം എനിക്ക് തന്നു. ഇഷ്ടംപോലെ ലേഖനങ്ങളും പത്രാധിപ കത്തുകളും പ്രതികരണങ്ങളും ഒക്കെ എഴുതാനുള്ള ഇടം തന്നു. വാസ്തവത്തിലെ മറ്റു പത്രങ്ങളൊന്നും യുക്തിവാദമെന്നോ നിരീശ്വരവാദമെന്നോ കേട്ടാൽ ഭയങ്കര എന്താണ്. ഞാൻ ആ കാലത്തെ മാതൃഭൂമി പത്രത്തിലെ 2 യുക്തിവാദി പ്രവർത്തകരെ യുക്തിവാദി എന്ന നിലയിൽ ബന്ധുക്കളിൽ നിന്നോ സുഹൃത്തുക്കളിൽ നിന്നോ ഒറ്റപ്പെടലുകളോ അങ്ങനെ എന്തെങ്കിലും? ബന്ധുക്കളിൽ നിന്നോ ഒറ്റപ്പെടുത്തിയാലും ഞാൻ അംഗീകരിക്കില്ല. ആരെ ഒറ്റപ്പെടുത്തിയാലും ഞാൻ ഒറ്റിയാനായിട്ട് പ്രവർത്തിച്ചു.
സാറ് യുക്തിവാദിയായി വന്ന ആ കാലത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇന്ന് കൂടുതൽ ആളുകൾ യുക്തിചിന്തയിലേക്ക് അല്ലെങ്കിൽ യുക്തിവാദി സംഘത്തിലേക്കൊക്കെ വരുന്നുണ്ട്. അതിന്റെ കാരണം പ്രധാനമായിട്ടും നവമാധ്യമങ്ങളാണ്. നമ്മുടെ പത്രങ്ങളിൽ നിന്ന് ഇവർക്കൊന്നും ഒരു അറിവും സംരക്ഷണവും കിട്ടുകയില്ല. പത്രങ്ങൾ ഞാൻ പറഞ്ഞ കേരളവതി മാത്രമാണ് ആ കാലത്ത്, ഇതിന്റെ പ്രാരംഭകാലത്ത്, എന്റെ പ്രവർത്തന കാലത്ത് എനിക്ക് വേണ്ട എല്ലാ തരത്തിലുള്ള പ്രോത്സാഹനവും എന്റെ ഞാൻ ചാരി നിന്ന് ശ്രീബുദ്ധനെ, ശ്രീനാരായണ ഗുരുവിനെയൊക്കെ ചാരി നിന്നാണ് ഞാൻ പ്രവർത്തിച്ചത്. അതുകൊണ്ട് വലിയ അലർജി ഇല്ല. ഈ മരണാനന്തരം ഭൗതിക ശരീരം മെഡിക്കൽ പഠനത്തിന് വിട്ടുകൊടുക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഒരു തോന്നൽ അല്ലെങ്കിൽ തീരുമാനം എടുക്കാൻ ഉണ്ടായ കാരണമാണ് ഇതിന് ആവശ്യമായ പ്രചരണം. A.T. കോവൂരാണ് ഈ അവയവദാനവും നേത്രദാനം ഇങ്ങനെ തുടങ്ങിയ ദാനങ്ങൾക്ക് നേതൃത്വപരമായ പ്രചരണവും അറിവും കൊടുത്തത്. അന്ന് സിലോണിൽ മാത്രമേ കണ്ണ് ദാനം ചെയ്യത്തുള്ളൂ. സിലോൺകാർക്ക് കുറെ വിഭാഗക്കാരുണ്ട്. അവർക്ക് കണ്ണ് മരിച്ചാലും കണ്ണില്ലേലും കുഴപ്പമില്ലെന്നുള്ള ആശയക്കാരാണ്. അല്ല, ചിലരുടെ വിശ്വാസം തന്നെ കണ്ണെടുത്തു കഴിഞ്ഞാൽ സ്വർഗലോകത്തെ കല്ലെ തട്ടി ഉരുണ്ട് വീഴുകയൊക്കെ ചെയ്യും. അപ്പൊ സിലോൺകാർക്ക് ഇല്ലായിരുന്നു, കുറെ വിഭാഗക്കാർക്കില്ല. അവിടുന്നാണ് കണ്ണ് വിദേശത്തേക്ക് കയറ്റി അയക്കുന്നത്. അപ്പൊ കോവൂരിന്റെയൊക്കെ ആ ഒരു മാതൃകയാണ് പ്രചോദനമായത് സാർ. എനിക്ക് ഏറ്റവും മാതൃകയായ MC ജോസഫ്, നമ്മുടെ A.T. കോവൂര്, സഹോദരൻ അയ്യപ്പൻ, ഇവരുടെയൊക്കെ ആശയങ്ങൾക്കാണ് ഞാൻ വളരെ പ്രാധാന്യം കൊടുത്തത്. ഈ തീരുമാനത്തോട് വീട്ടുകാർ പൂർണ്ണമായി യോജിക്കുന്നുണ്ടോ? ഈ തീരുമാനത്തോടെ വീട്ടുകാർ പൂർണ്ണമായി യോജിക്കുന്നുണ്ടോ? വീട്ടുകാർക്കൊക്കെ യോജിപ്പാ. പക്ഷെ അവർക്ക് പേടി കൊണ്ട് ചില വർഷമുണ്ട്. ഇടയ്ക്കിടയ്ക്ക് എന്നെ കല്ലെറിഞ്ഞ് വീടെറിഞ്ഞ് തകർക്കുകയൊക്കെ ചെയ്യും. അത് കാരണം അവർക്ക് പേടിയുണ്ട്. പക്ഷെ അതിനെ എതിർക്കാൻ എനിക്കൊരു പട്ടി മാത്രമേ ഉള്ളായിരുന്നു. വേറെ ആരും ഇതിനു വേണ്ടിയിട്ട് എന്റെ കൂടെ നിന്നിട്ടില്ല. ഈ പോസ്റ്റർ പ്രചരണം സാറ് എന്ന മുതലാ തുടങ്ങിയത്? ചിത്രകലാ അധ്യാപനായിരുന്നല്ലോ. അപ്പൊ സഹപ്രവർത്തകരുടെയൊക്കെ സഹകരണം അങ്ങനെയായിരുന്നു? കുഴപ്പമില്ല. ഈ യുക്തിചിന്തയുടെ ഭാവി എന്താണ് സാറേ? യുക്തിചിന്തയുടെ ഭാവിയോ കേട്ടോ, യുക്തി ഉള്ളിടത്തോളം അതിന് ഒരു കാരണവശാലും എനിക്കത് ശാസ്ത്രത്തിന്റെ അടിത്തറയിലാണ്. അതാണ് ഭൂമി ഉരുണ്ടതാണെന്ന് പറഞ്ഞത് ആരാ? അവരെ എല്ലാ ശാസ്ത്രകാരന്മാരെയെല്ലാം ചുട്ടരിക്കുകയും തല്ലിക്കൊല്ലുകയും ചെയ്തു. എന്നിട്ടും ഭൂമി ഉരുണ്ടതല്ലേ? എന്നാ ഭൂരിപക്ഷം പേരും പരന്നതാണെന്നാ പറഞ്ഞു. അപ്പൊ ഭൂരിപക്ഷത്തിന്റെ അടിസ്ഥാനത്തിലാണ് അടിസ്ഥാന നിയമങ്ങൾ. അതാണ് ശ്രീബുദ്ധൻ പറയുന്നത്. ഭൂരിപക്ഷം നോക്കിയല്ല തീരുമാനമെടുക്കേണ്ടത്. നിന്റെ ബുദ്ധിയും യുക്തിയും അനുസരിച്ച് നിരീക്ഷണം നടത്തി സത്യം എപ്പോൾ ബോധ്യപ്പെടുന്നു അപ്പോൾ മാത്രമേ വിശ്വസിക്കാവൂ എന്നുള്ളതാണ് ശ്രീബുദ്ധൻ പറഞ്ഞത്. ശ്രീബുദ്ധൻ പറഞ്ഞ കാര്യങ്ങളൊന്നും ഇപ്പോഴത്തെ പ്രമാണിമാർക്കൊന്നും പറയാം. ശ്രീബുദ്ധൻ എന്ന് പറഞ്ഞത് വിഗ്രഹാരാധന, നേർച്ച, കാഴ്ച, യജ്ഞം, യാഗം, ഇതെല്ലാം തട്ടിപ്പാണെന്നാണ് ശ്രീബുദ്ധൻ പറഞ്ഞത്. അതിന്റെ പേരിലാണ് ഈ ബുദ്ധമതം തന്നെ തകർത്ത് കളഞ്ഞത് ഈ ഹൈന്ദവ വിശ്വാസികൾ. ഈ യുക്തിചിന്തയുടെ പൊതുവഴിയിലേക്ക് കടന്നു വരുന്ന ചെറുപ്പക്കാരോട് എന്താണ് പറയാനുള്ളത്? ചെറുപ്പക്കാരോട് എന്താണ് പറയണത്? നമുക്കിപ്പോ യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട്. അതിലൊക്കെ നല്ല വിവരം കിട്ടും. അതൊക്കെ കാണുക, മനസ്സിലാക്കുക. അത് വന്നതോടുകൂടി ദൈവങ്ങളെല്ലാം മാളത്തിലായി. യൂട്യൂബും ഇതൊക്കെ വന്നതോടുകൂടി പാശ്ചാത്യ രാജ്യങ്ങളിലാണെങ്കിൽ നേരത്തെ പോലെ പള്ളിയിൽ ആളൊന്നും ഇല്ലാതെ ബാർ ഹോട്ടലായിട്ട് വിട്ടിരിക്കുകയാണ്. ഇപ്പൊ യൂട്യൂബൊക്കെ വന്നതോടുകൂടി സകല കേട്ടോ പള്ളി അമ്പലങ്ങളും ഒക്കെ അടച്ചു കേട്ടോ. ദൈവങ്ങളെല്ലാം മാളത്തിൽ കയറിയിരിക്കുകയാണ്. ഇന്റർനെറ്റോട് വരവോടുകൂടി തന്നെ ദൈവത്തിന്റെ കഥ കഴിഞ്ഞു എന്ന് പറയാം. ദൈവമാണല്ലോ ഏറ്റവും വലിയ അന്ധവിശ്വാസം. അതിൽ നിന്നാണ് മതഭ്രാന്തും തട്ടിപ്പ്, കൊലയെല്ലാം നടക്കുന്നത്. ദൈവത്തിന്റെ പേരും പറഞ്ഞാണ് എല്ലാ തട്ടിപ്പും കൊള്ളയും നടത്തുന്നത്. ദൈവം ഇല്ലെന്ന് അവർക്കറിയാം. ദൈവം ശിക്ഷിക്കുമെന്ന് അവർക്കറിയാം. ഏറ്റവും അറിയാവുന്നത് ദൈവമില്ലെന്ന്. അല്ലെങ്കിൽ അത് ചെയ്യുമോ?